നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിലും തുടർന്നുണ്ടായ പാകിസ്ഥാൻ ആക്രമണങ്ങളിലും കേന്ദ്ര സർക്കാരിനെ വീണ്ടും കുറ്റപ്പെടുത്തി രംഗത്ത് വരികയാണ് രാഹുൽ ഗാന്ധി. പ്രത്യാക്രമണം പാകിസ്ഥാൻ നേരത്തെ അറിഞ്ഞതിനാൽ ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന ചോദ്യം ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. വിദേശകാര്യമന്ത്രി ജയശങ്കർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ സംസാരിക്കുന്നത്. അതായത് പ്രത്യാക്രമണം പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചു, ഇതിലൂടെ എത്ര യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നീ രണ്ട് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ചോദിക്കുന്നത്. അതായത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി മുൻകൂട്ടി പാകിസ്ഥാനെ കാര്യങ്ങൾ അറിയിച്ചു, അതിലൂടെ പാകിസ്ഥാന് ഇന്ത്യയുടെ വിമാനങ്ങൾ തകർക്കാൻ സാധിച്ചു അത്രേ. എന്താണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് പാകിസ്ഥാനോട് പറഞ്ഞു, ഞങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, മിലിറ്ററി ബേസുകൾ ആക്രമിക്കാൻ പോകുന്നില്ല, സിവിലിയൻ ബേസുകൾ ഞങ്ങൾ ആക്രമിക്കുന്നില്ല, പാകിസ്ഥാൻ ആർമിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാം, എന്നാൽ അവർ ഇത് ചെയ്തില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയുടെ മിലിറ്ററി ജനറൽ ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് പാകിസ്ഥാനെ ഔദ്യോഗികമായി ഈ കാര്യം അറിയിച്ച കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഇതൊരു അറിയിപ്പാണ്, യുദ്ധമര്യാദയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഈ കാര്യത്തെ വളച്ചൊടിച്ച് ഈ മിഷൻ തുടങ്ങും മുൻപ് തന്നെ മുൻകൂട്ടി പാകിസ്ഥാന് മിഷന്റെ ബ്ലൂ പ്രിന്റ് നൽകി ജയശങ്കർ രാജ്യത്തെ ഒറ്റിക്കൊടുത്തു എന്ന രീതിയിലാക്കി മാറ്റി. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാവേ, താങ്കൾക്ക് നാണമില്ലേ? ജയശങ്കറിനെ പോലെ ഒരാൾ രാജ്യത്തെ പാകിസ്ഥാൻ ഒറ്റുകൊടുത്തു എന്ന് പറയുന്നത് നെറുകേടല്ലേ? പാകിസ്ഥാനെ തൃപ്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തി രാഹുൽ ഗാന്ധി ആരെയാണ് സഹായിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കേണ്ടത്. ലോകത്ത് തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും പ്രതിപക്ഷവും ഭരണപക്ഷവുമുള്ള എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പാർട്ടി വ്യത്യാസമില്ലാതെ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. പാകിസ്ഥാനിലെ കാര്യം തന്നെ നിങ്ങൾ എടുക്കണം. ഇത്രയധികം പ്രശ്നങ്ങളും പരസ്പരം ഉണ്ടായിട്ടും ഇന്ത്യക്കെതിരെ ഒരു വിഷയം വന്നപ്പോൾ ആർമിയുടെ കൂടെ ജനങ്ങൾ നിന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം രാജ്യത്ത് ഒറ്റക്കെട്ടായി ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചു. അവർക്ക് വേണ്ടി ഇന്റർനാഷണൽ ലോബികൾ വർക്ക് ചെയ്തു. യുദ്ധത്തിൽ ജയിച്ചത് ഇന്ത്യയാണെങ്കിലും അവർ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് ലോകത്തോട് നിരന്തരമായി വിളിച്ചു പറയാൻ അവർക്ക് ആളുണ്ടായി. അത് കള്ളമാണെങ്കിലും. എന്നാൽ ഇന്ത്യയിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നയിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷം എന്നാൽ എന്തിനേയും എതിർക്കുക എന്ന ഇക്വേഷനിൽ വിശ്വസിക്കുന്നവർ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചു. ഇപ്പോഴും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശശി തരൂർ വിഷയത്തിൽ ഉൾപ്പെടെ നമ്മൾ ഇവരെ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ശശി തരൂരിനെ പോലെ പ്രഗത്ഭനായ ഒരാൾ തങ്ങളുടെ അണിയറയിൽ ഉണ്ടായിട്ടും അയാളെ മുന്നോട്ട് വെച്ച് നിങ്ങൾ ലോകത്തോട് ഞങ്ങളുടെ ശശി തരൂരിനെ ഉപയോഗിച്ച് ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനങ്ങളെ കുറിച്ച് പറയൂ, പാകിസ്ഥാന്റെ തീവ്രവാദ മുഖത്തെക്കുറിച്ച് സംസാരിക്കൂ എന്നല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. ശശി തരൂരിനെ മാറ്റി തനിക്ക് മുകളിൽ ആരും വളരേണ്ട എന്ന രാഹുൽ ഗാന്ധിയുടെ തിട്ടൂരമാണ് ഇതിൽ നിന്ന് കണ്ടത്. പാകിസ്ഥാൻ മിലിറ്ററി വിദേശ മാധ്യമങ്ങളുടെ മുൻപിൽ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ സർക്കാർ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവിടെയുള്ള പ്രതിപക്ഷത്തിന്റെ വീഡിയോകളാണ് ഉപയോഗിച്ചതെന്ന് നാം ഓർക്കണം. നരേന്ദ്രമോദിയെയും BJPയും ഒക്കെ ശക്തമായി എതിർക്കണം, അതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മമെങ്കിൽ നിങ്ങളത് ചെയ്തുകൊള്ളൂ. അവർ നടത്തുന്ന അഴിമതികൾ ഉണ്ടെങ്കിൽ, അവർ വർഗീയത പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ തുറന്നു കാണിക്കണം. പക്ഷേ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഭീകരാക്രമണം ഉണ്ടായാൽ അത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഭരണപക്ഷത്തുള്ളവർ തന്നെ ചെയ്യുന്നതാണെന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ അത് കൃത്യമായ തെളിവുകളോടുകൂടി നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കണം. രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി നിൽക്കുക. എല്ലാത്തിനും ഉപരിയായി ഇന്ത്യ എന്ന രാഷ്ട്രത്തെ പൗരന്മാരായി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം. അല്ലാതെ കേവലം രാഷ്ട്രീയ ആരോപണമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആയുധമായി മാറുമെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ആദ്യമൊക്കെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചു. എന്നാൽ മോദിയുടെ നേതൃത്വത്തിൽ BJP വളരുമെന്ന് പേടിച്ച്, BJPക്ക് മൈലേജ് കിട്ടിയെന്ന് പേടിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്ലേറ്റ് മറിച്ചു. പക്ഷേ ഫലത്തിൽ ഇതൊക്കെ രാജ്യദ്രോഹമായി മാറുകയാണ്. എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രി മാത്രമായി രാഹുലും കൂട്ടരും ഇരിക്കുന്നത് ഇതുകൊണ്ടാണ്. കോൺഗ്രസ് ഇതുകൊണ്ട് മാത്രമാണ് ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയെ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തുവെന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് പറയുമ്പോൾ ആത്മാർത്ഥമായി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, രാഹുൽജി, അങ്ങ് ആരുടെ ഏജന്റാണ്?